വീടിൻ്റെ പണിക്ക് സാധനങ്ങൾ വരുമ്പോൾ നമുക്കത് മൊത്തം കരാറ് കൊടുത്ത് നമുക്കൊന്നും അറിയണ്ട എല്ലാ സർവ്വതും താക്കോലാണ് കിട്ടുന്നത് എല്ലാ പണിയും കഴിഞ്ഞ്. പിന്നെ ഇവിടെ എന്തെങ്കിലും പോകുന്നുണ്ടോ പാഴാകുന്നുണ്ടോ എന്നൊന്നും നോക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. എങ്കിലും ഞാനിങ്ങനെ ചിന്തിച്ചു പോയതാണ്. ഉണ്ടല്ലേ, എന്തോരം സാധനങ്ങളാണ് പാഴായി പോകുന്നതെന്നറിയാം. അശ്രദ്ധമായ പണിക്കാർ ശ്രദ്ധയില്ലാതെ കൊണ്ടിട്ട് അവരുടെ എളുപ്പത്തിന് ചെയ്യുന്ന പണിയാണ്. ഇച്ചിരി നിരന്നിട്ടുണ്ടെങ്കിൽ അത് കുറേ കൂടെ നിരന്ന് പോകുന്ന രീതിയിലാണ്. ഒരു പണിക്കാരനും ഒരു ഉത്തരവാദിത്വവും ഇല്ല, അവൻ്റെതായ പണി എടുത്ത് പോവുകയാണ്. അതുപോരാ, ഇതൊരു പാഴായി പോകുന്നതിനൊക്കെ ഒരു കണക്കുണ്ട്. അപ്പോൾ കൂടുതൽ പോയാലും കോൺട്രാക്ടർക്ക് കയ്യിൽ നിന്ന് കാശ് പോകുമൊന്നുമില്ല. അവനത് പോകാതെ മറ്റുള്ള മൊത്തത്തിൽ ചെയ്യേണ്ടതിൽ നിന്നും കുറച്ച് കളയും. അതാണ് കോൺട്രാക്ടർമാരുടെ രീതി. കണ്ടല്ലോ, ചവിട്ടിത്തൂളി എന്തോരോ പോകുന്നത്. അതുപോലെ തന്നെ സിമെൻ്റൊക്കെ കൂട്ടി കുഴച്ച് എവിടെയെങ്കിലുമൊക്കെ ബാലൻസ് വരുന്നത് ആവശ്യത്തിന് കൂട്ടാൻ അറിയത്തില്ലാത്ത പണിക്കാരും എന്തോരം സാധനങ്ങൾ അതിലൊക്കെ ഇങ്ങനെ പോയേക്കുന്നതെന്നറിയും. ഇതിലൊക്കെ കണക്കാരെടുക്കാനാണ്? പലയിടത്ത് കൊണ്ടിടുക, അതിൻ്റെ അടിയിലൊക്കെ ഷീറ്റൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടിട്ടത് കാര്യം. ആ ഷീറ്റൊക്കെ ഒന്ന് ഇങ്ങനെ കൂട്ടി തട്ടി വൃത്തിയാക്കിയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ തൊഴിലാളികൾ വരുത്തി വെക്കുന്ന നഷ്ടങ്ങളാണ്. ഒരു കോട്ട 4 കോട്ട വരുമ്പോൾ ഇച്ചിരി നിറഞ്ഞിട്ടുണ്ട്, അത് കാലുകൊണ്ടൊക്കെ ഒന്ന് തട്ടി കൂട്ടി. ഞങ്ങളൊക്കെ പണിയുന്നത് അങ്ങനെയായിരുന്നു. വയ്യാത്തത് കൊണ്ട് പണിക്ക് പോകുന്നില്ലെന്നുള്ളത് ശരിയാണ്. ഞങ്ങളൊക്കെ പണിയുന്ന കാലത്ത് ഞങ്ങളുടെയൊക്കെ മേസ്ത്രിമാരായാലും കോടയ്ക്ക് അത് പോട്ടെ എന്നല്ല, ഉടമസ്ഥനെ ആയാലും ആർക്കായാലും നഷ്ടം വരുത്തരുത്, അവരതൊക്കെ തട്ടിക്കൂട്ടാൻ പറയും. ഇവിടെ അത് പറയാനും നോക്കാനും ആരാളുള്ളത്? ഇതുകൊണ്ട് ഇതിൻ്റെ സബ് കോൺട്രാക്ടർ ആണെങ്കിൽ പണിക്കാരെ ഏൽപ്പിച്ചിട്ട് പോയതല്ല, ഈ പ്രദേശത്ത് വരാറില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ നഷ്ടങ്ങളൊക്കെ ആരാണ് നികത്തുക? അത് മറ്റുള്ള പണിയിലേക്ക് വരുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളിലോ ചെയ്യേണ്ട ജോലികൾ അതുങ്ങൾ ചെയ്യാവുന്ന ജോലികൾ ചെയ്യാതിരിക്കുകയോ, അങ്ങനെയൊക്കെ അവരവരുടെ നഷ്ടം വരാതെ നോക്കും. ഇത്തരം പണിക്കാരുള്ളിടത്തോളം കാലം ഒരു കമ്പനിയും രക്ഷപ്പെടുകയില്ല. കാരണം കമ്പനിക്ക് ഞാൻ ഒരു കമ്പനിയുടെ ഡയറക്ടർ പറയുന്നത് കേട്ടതാണ്, ആത്മാർത്ഥത എന്നുണ്ടെങ്കിൽ ഏതൊരു കമ്പനിയും വിജയിക്കുകയുള്ളൂ, അല്ലാതെ ഒന്നും വിജയിക്കാൻ പോണില്ല. ഒരാളിൻ്റെ സൊസൈറ്റിയുടെ ചെയർമാൻ ഒരിക്കൽ ഒരു വീഡിയോ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ് ഈ കമ്പനിയുടെ വിജയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് തൊഴിലാളികളുമായിട്ട് രജിസ്റ്റർ ചെയ്തേക്കുന്നു, അത് ആത്മാർത്ഥത കൂടെ കൂട്ടി ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ആത്മാർത്ഥത എന്ന് പറയുന്നത് മുതലാളിക്ക് മാത്രമല്ല നഷ്ടം വരാതിരിക്കേണ്ടത്, തൊഴിൽ കൊടുക്കുന്ന, അതായത് ഇപ്പോൾ ഒരു വീട് പണിയാണെങ്കിൽ ആ വീടിൻ്റെ ഉടമസ്ഥനും അത് ഉപകാരപ്രദമാകുന്ന ഉറപ്പുള്ള രീതിയിൽ
നല്ലതുപോലെ ചെയ്താലേ അതിൽ ആത്മാർത്ഥത എന്ന വാക്കിന് അർത്ഥം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയ്ക്കും അർത്ഥം ഉണ്ടാകില്ല. കാരണം എങ്കിലതിപ്പോൾ സർക്കാരിൻ്റെ പണിയായാലും കൊള്ളാം, ഏത് പണിയായാലും അത് നഷ്ടപ്പെടാത്ത രീതിയിൽ, ഉറപ്പുള്ള രീതിയിൽ ചെയ്യുമ്പം മാത്രമേ അതുകൊണ്ടൊരു ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. ഇതൊന്നും ഒരു ആത്മാർത്ഥതയില്ലാത്ത തൊഴിലാളികൾ, അവൻ എവിടുന്നോ വന്ന് കിടക്കുന്നു, നമുക്കെന്താ ചെയ്തോ, അവന് പോയാൽ പോയി, അവന് ഇനി നാട്ടിലേക്ക് വരരുത് എന്നോർത്ത് ഓടിക്കുന്ന ഒരു രീതി നമ്മുടെ തൊഴിലാളികൾക്ക്. ഞാനും ഒരു തൊഴിലാളിയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ. പറയാതിരിക്കാൻ വയ്യ. നമുക്ക് നമ്മുടേതായ ഒരു ആത്മാർത്ഥതയുണ്ട്. തസ്നീമ, ഇന്നലെ പെയ്ത മഴ ഇച്ചിരി കട്ടിയായിപ്പോയി. അതിപ്പോൾ കുറേ ദോഷം ചെയ്തു. സൈഡൊക്കെ ഇടിച്ചത് മാത്രമല്ല, നമ്മൾ ഇന്നലെ കൊണ്ട് അടിച്ചിട്ട ആ മണൽ മുഴുവൻ പോയി. ഏതാണ്ട് പകുതി മണലോളം ഇങ്ങനെ ഒഴുകിപ്പോയി. ഭിറ്റിലും കുറേ പോയി. ഉണ്ടോ? ഇന്നലെ കൊണ്ട് 100 അടി അടിച്ചിട്ടതിൽ ഇനിയിപ്പോൾ ഇത്രയും 10, 30, 40 അടി മണൽ കാണുമായിരിക്കും.